ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ടിക്കറ്റ് PA പ്രജി. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠനം. ഭാര്യ ഭർത്താവിനോട് മാപ്പ് പറഞ്ഞു. ഒരു കുടുംബ പ്രശ്നം അവിടെ അവസാനിച്ചു. അങ്ങനെ നിസാരമായ ഒന്നായി തള്ളിക്കളയേണ്ട ഒന്നാണോ ഇത്? അത് ഉത്തരം പറ. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി മന്ത്രിയാകും. ഐക്യജനാധിപത്യ മുന്നണി ഭരിച്ചാൽ അതിൻ്റെ ഭാഗമായും മന്ത്രിയാകും എന്നുള്ള നിലയിൽ രാഷ്ട്രീയമായി വളരെ ചടുലതയോടുകൂടി ഒരൊറ്റയാൾ പട്ടാളമായി കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളുടെ കുടുംബ പ്രശ്നത്തെക്കുറിച്ചാണ് ചർച്ച. ഈ കോൺഗ്രസിന്റെ പ്രതിനിധി, ഈ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെ പ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതുപോലെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആണോ? ഭയങ്കര. കാരണം ഇന്നലെ ശ്രീമതി ബിന്ദു മേനോൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അവർ അടിവരയിട്ട് പറഞ്ഞ ഒരു വാക്യം എനിക്കിതിൽ പരാതിയില്ല എന്നുള്ളതാണ്. അതിനൊന്നുമില്ലേ? ഇപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പറയുന്നത് ഇതൊരു സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഭാഗമായി മറ്റു പല ആളുകളും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ ഭാര്യ ഇപ്പോൾ ഈ പരാതി പിൻവലിക്കുന്നത് എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്നിട്ട് എങ്ങനെയാണ് കോടതികളെല്ലാം തീർക്കാൻ ശ്രമിക്കുന്നത്? പോലീസിനുമൊക്കെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ കോടതികൾ കൊടുത്തിട്ടുള്ള ഡയറക്ഷൻസ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ആ അഭിപ്രായ വ്യത്യാസം ഏത് എക്സ്റ്റെൻഡ് വരെ പോയാലും പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? പറഞ്ഞു തീർക്കാനുള്ള എഫേർട്ടാണ് ആദ്യം എടുക്കേണ്ടത് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബ പ്രശ്നത്തിൽ അത് ഭാര്യയും ഭർത്താവ് മന്ത്രിയായി പോയി, അപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർന്നു പോയി എന്നുള്ളതാണോ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രശ്നം? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? യഥാർത്ഥത്തിൽ അവർ തമ്മിലുള്ള ഒരു പിണക്കം, അവർ തമ്മിലുണ്ടായിരുന്ന വിഷയം, അതവർ നിയമപരമായ പരിഹാരം തേടാനൊന്നും ഉദ്ദേശിക്കാത്ത വിഷയം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ തന്നെ പറയുന്നു, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു, പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഭർത്താവ് എന്നെ വിളിച്ചു, അത് മതിയായ പരിഹാരമാണ് എനിക്ക്. പിന്നെ ഈ മാധ്യമ സുഹൃത്ത് തന്നെ അവരോട് ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് പൊതുജനങ്ങളോട് മാപ്പ് പറയേണ്ട ഒരു ധാർമ്മികതയില്ലേ എന്ന് ഭാര്യയോട് ചോദിക്കുമ്പോൾ ആ ഭാര്യ പറയുന്ന മറുപടി ഇന്ന് നമ്മളെല്ലാവരും കേട്ടതാണ്. ഞാൻ പ്രജിലേക്ക് തന്നെയാണ്. പക്ഷെ 112 എന്ന നമ്പറിൽ അവർ വിളിച്ചത് എന്ത് സൊല്യൂഷന് വേണ്ടിയായിരിക്കും? അല്ല, അതവർ പറഞ്ഞല്ലോ. 112 എന്ന് പറയുന്ന നമ്പറിൽ ഞാൻ വിളിച്ചു, പോലീസ് വന്നു. പോലീസ് വന്നപ്പോഴും അവരൊരു പരാതി കൊടുക്കാൻ തയ്യാറല്ലല്ലോ. എന്നിട്ട് പോലീസ് എന്ത് ചെയ്തു? പോലീസ് വന്നു എന്ന് താങ്കളും പറഞ്ഞു, അത് അവരും പറഞ്ഞു. പിന്നീട് അവർ വിശദീകരിക്കുന്നുണ്ട്, താങ്കൾ കേട്ട് കാണും. പോലീസ് എന്ത് ചെയ്തു? താങ്കൾ മനസ്സിലാക്കുന്നത് എന്താണ്? അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായില്ലേ? പോലീസ് അവിടെ വന്നു, പോലീസ് എന്ത് ചെയ്തു? എന്നിട്ട് എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. പോലീസ് വന്നു, അതൊരു മാരിറ്റൽ വിഷയമാണ്. മന്ത്രിയുടേതാണെങ്കിലും അല്ലെങ്കിലും അതൊരു മാരിറ്റൽ വിഷയമാണല്ലോ. ആ മാരിറ്റൽ വിഷയത്തിനകത്ത് പോലീസ് ഉടനടി ചെയ്യേണ്ടത് എന്താണോ? ഉടനടി FIR ഇടുവോ? കേരളത്തിൽ എവിടെങ്കിലും ഏതെങ്കിലും കാലഘട്ടത്തിൽ അങ്ങനെ ഇടാൻ ഏതെങ്കിലും കോടതികൾ പറയൂ? ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു വിഷയം നടക്കുന്നു, ആ വിഷയത്തിൽ പോലീസ് ആ സീൻ ഓഫ് ഒക്കറൻസിൽ വന്നു, then and there FIR ഇടണം. അതായത് പരാതിക്കാരി ഭാര്യ പരാതി കൊടുത്തിട്ടില്ലെങ്കിൽ സ്യൂമോട്ടോ കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന് ഏത് കോടതി ഏത് നിയമത്തിലാണ് പറയുന്നത്? എവിടാ പറയുന്നത്? കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. അങ്ങനൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞ 2 ദിവസങ്ങളായി മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാ ആളുകളും ഈ തരത്തിലുള്ളൊരു ചർച്ച കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തിവിടുകയല്ലേ? ബാക്കിയുള്ളവനെ കൂടെ മണ്ടനാക്കാൻ വേണ്ടി. ഗാർഹിക പീഡനം നേരിടുന്ന ഒരു സ്ത്രീ ഒരു ഫോട്ടോ എടുക്കാനോ ചിത്രം എടുക്കാനോ ശ്രമിക്കുന്നു. അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സാഹചര്യത്തിൽ ഭർത്താവിനെ കണ്ടപ്പോൾ അവരെ വട്ട് എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് കാലങ്ങളായി തുടരുന്നതാണ്. അവര് ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉന്നയിച്ചാൽ അത് വട്ടുകൊണ്ടാണ് എന്ന് പറയുന്ന ഒരു ഭർത്താവാണെന്ന് അവർ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവർക്കൊരു പ്രൂഫ് വേണം അവർ ഉന്നയിക്കുന്നതിന്. അവർ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ മന്ത്രിയുടെ കൂടെയുള്ളവർ ആ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. അവർക്ക് ജീവാപായം ഉണ്ടാകുമോ എന്നുള്ള ഭയം ഉണ്ടാകുന്നു, ഉപദ്രവിക്കപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ടാകുന്നു. ആ അവസ്ഥയിൽ അവർ ശ്രീലേഖയെ വിളിക്കുന്നു, DGPയെ. അവർ 112 നമ്പറിലേക്ക് വിളിക്കാൻ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ 112 നമ്പർ വിളിക്കുന്നു. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. എങ്ങനെയൊക്കെയോ പാടുപെട്ട് അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങുന്നു. വാതിൽ തുറന്നപ്പോൾ പിങ്കും ഇല്ല, പോലീസും ഇല്ല അവിടെ എന്ന് പറഞ്ഞത് അവരാണ്. അവരുടെ ഓഡിയോ ഇന്നലെ മുതൽ വാർത്താ മാധ്യമങ്ങളിലേക്ക് പുറത്തു വന്നത്. ഇതൊരു നടത്തു പോണ മാതിരില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഗാർഹിക പീഡനം എന്നൊരവസ്ഥയിൽ ഒരു സ്ത്രീ നിൽക്കുമ്പോൾ പോലീസ് അവിടെ എത്തിയിട്ട് സൊമാറ്റോ FIR ഇടണോ വേണ്ടയോ എന്നുള്ളതല്ല, പോലീസ് എന്ത് ചെയ്യണം എന്നുള്ളതാണ്, നോക്കി നിൽക്കണം എന്നുള്ളതാണോ താങ്കളുടെ ഉത്തരം?
അല്ല, അങ്ങനെ നോക്കി നിന്നു എന്നുള്ളൊരു ആരോപണം അല്ലല്ലോ അവർ പറയുന്നത്. പോലീസിനെ കണ്ടേ ഇല്ല, വാതിൽ തുറന്നപ്പോ പോലീസിന് വന്നിട്ട് ഗേറ്റിന് അകത്തോട്ട് കയറിയില്ല, ഗേറ്റിന് പുറത്ത് കുറെ നാട്ടുകാർ തടിച്ചുകൂടി നിന്നിരുന്നു. ആ ഗേറ്റിന് പുറത്തുള്ള നാട്ടുകാരെ ആട്ടി ഓടിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. പിന്നീട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ പോലീസ് പിങ്കും ഇല്ല, പോലീസും ഇല്ല. അതാണ് അവർ ഉപയോഗിച്ച വാക്ക്. ഇപ്പോ ഈ പോലീസ് ആ വിഷയത്തിനകത്ത് അവിടെ ചെന്നപ്പോ ഇവർക്ക് പരാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ഗൗരവം കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവിടെ വന്ന പോലീസിനത് മനസ്സിലായിട്ടുണ്ട് ഏത് അളവോളം ഇവരുടെ പരാതിക്ക് ഗ്രാവിറ്റി ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടെ വന്ന പോലീസിന് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വല്ല പരിശോധനയോടെ നടത്തിയോ? അതെങ്ങനെയാണ് അവിടെ വന്ന പോലീസിന് ഗ്രാവിറ്റി മനസ്സിലായി എന്ന് താങ്കൾ പറഞ്ഞു? ആ വീട്ടിനകത്തോട്ട് കയറാതെ പോലീസ് മര്യാദയല്ല. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? റാഷിദെ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു പോയിന്റ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാതെ തുടരെ ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് റാഷിദ് ചെയ്യുന്ന ഒരു മര്യാദകേടാണ്. ആ പ്രവൃത്തി റാഷിദ് ചെയ്യുന്നത് റാഷിദിന് ഇതിനകത്ത് ഉള്ള കാര്യത്തെ സംബന്ധിച്ച്, യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് നന്നായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഒരു ഡിബേറ്റിനെ വഴിതിരിച്ചു വിടുന്നതിന്റെ ഭാഗമായി ഞാൻ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിന് വേണ്ടി മാത്രം ഇങ്ങനെ തുടരെ സംസാരിക്കുന്നത് ഒരു ഭംഗിയില്ലാത്ത പ്രവൃത്തിയാണെന്നേ ഞാൻ പറയും. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണം. ഞാൻ എൻ്റെ പോയിന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ റാഷിദെ. അത് കഴിഞ്ഞ് അങ്ങ് എത്ര ചോദ്യം വേണമെങ്കിലും ചോദിച്ചോളൂ. ഞാൻ ഇരിക്കുന്ന ആ ചോദ്യത്തിന് എല്ലാം മറുപടി പറയാനാണ്. എൻ്റെ ഒറ്റ ചോദ്യം, ഇതിനകത്ത് ഒരു കൊഗനൈസബിൾ ഒഫൻസ് ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. എന്താണ് ഇതിനകത്തുള്ള കൊഗനൈസബിൾ ഒഫൻസ്? ആ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്നയാൾ അവരെ റോങ്ഫുൾ റെസ്ട്രെയിൻ ചെയ്തു. അതെ, എനിക്ക് തോന്നുന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഹർട്ട് നടത്തി. ഈ 2 ഒഫൻസുകളും കോമ്പൗണ്ടബിൾ അല്ലേ? ഈ 2 ഒഫൻസുകളിലും ഒരു സ്യൂമോട്ടോ കേസ് എടുക്കുന്ന ഒഫൻസുകളാണോ? അങ്ങനെ സ്യൂമോട്ടോ കേസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതൊരു അബ്യൂസ് ദ പ്രോസസ് ഓഫ് കോർട്ട് ആയിരിക്കത്തില്ലേ? അവർക്ക് പരാതിക്കാർക്ക് പരാതിയില്ലെങ്കിൽ കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള 2 ഒഫൻസുകൾക്ക് എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അതായത് സിമ്പിൾ ഹർട്ടിനും റോങ്ഫുൾ റെസ്ട്രെയിന്റിനും. അല്ലാതെ അവരുടെ ചാരിത്രഭംഗം വരുന്ന നിലയിൽ ആരെങ്കിലും പെരുമാറിയുന്ന ഒരു കേസ് അവർക്കില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ 354, അതായത് ഇപ്പോഴത്തെ 74 വരൂ. അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ അതൊരു നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസ് ഉള്ളൂ. അപ്പോൾ ഒരു കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള 2 ഒഫൻസുകൾക്ക് സ്യൂമോട്ടോ കേസ് എടുക്കണമെന്നാണോ റാഷിദ് പറയുന്നത്? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. എങ്ങനെയാണ് വീടിനകത്തേക്ക് പോലും കയറി നോക്കാതെ, എന്താണ് സംഭവിച്ചത് എന്നൊരു വാക്ക് പോലും അവരെ വിളിച്ച സ്ത്രീയോട് ചോദിക്കാതെ എങ്ങനെയാണ് പോലീസ് അവിടെ കാര്യങ്ങൾ പ്രാഥമികമായി മനസ്സിലാക്കി എന്ന് താങ്കൾ പറയുന്നത്? എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് ഈ വിളിച്ച സ്ത്രീയോട് എന്തിനാണ് നിങ്ങൾ വിളിച്ചത്, എന്താണ്, വാട്ട് ഹാപ്പൻ ടു യു എന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്തം വന്ന പിങ്ക് പോലീസിനില്ലേ? പറ്റാത്തൊരു കാര്യം പറയട്ടെ. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഒരു പ്രശ്നം വന്നിട്ട് പോലീസിലേക്ക് വിളിക്കുന്നു, അടിയന്തര ഫോൺ നമ്പറിലേക്ക് വിളിക്കുന്നു. നമ്മളടുത്ത് പോലീസ് വന്നിട്ട് നമ്മളോടൊന്നും ചോദിക്കാതെ പുറത്തു നിന്ന് കണ്ടു നിന്നിട്ട് പോലീസ് അങ്ങോട്ട് പോവുകയാണ്. പോലീസ് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് പോയത് എന്ന് 3ാമതൊരാൾ ഇതെല്ലാം കണ്ടു നിന്ന് പുറത്തു നിന്ന് പറയാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ആ ആളുടെ വാക്ക് ശരിയാണോ? വന്ന പോലീസ് എന്നോട് ചോദിച്ചില്ല എനിക്ക് എന്താണ് സംഭവിച്ചത്, ഞാനാ വിളിച്ചത് പോലീസിനെ. ഇത് ശരിയാണോ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോകും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.